ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഒക്ടോബർ മാസഫലം. മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തി നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ ജനിച്ചവർക്കും അതുപോലെ മറ്റ് ഏത് നക്ഷത്രങ്ങളിൽ ജനിച്ചവരായാലും അവർക്ക് മേടലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ മേടലഗ്നക്കാർക്കും ഒക്ടോബർ മാസം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ പൊതുവെ പ്രധാന ഗ്രഹങ്ങൾക്കെല്ലാം രാശിമാറ്റങ്ങൾ വരുന്ന മാസമാണ് ഒക്ടോബർ മാസം. ഇപ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ, ലഗ്നരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ഒക്ടോബർ 27-ന് 7-ാം ഭാവരാശിയിൽ നിന്നും അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ 17-ന് 6-ൽ നിന്നും 7-ലേക്ക് രാശി മാറുന്നു. ബുധൻ ഒക്ടോബർ 3-ന് 6-ൽ നിന്നും 7-ലേക്കും ഒക്ടോബർ 24-ന് 7-ൽ നിന്ന് അഷ്ടമത്തിലേക്കും രാശി മാറുന്നു. ഗുരു ആണെങ്കിൽ ഒക്ടോബർ 18-ന് 3-ൽ നിന്നും 4-ലേക്ക് രാശി മാറുന്നു. ശുക്രൻ ഒക്ടോബർ 9-ന് 5-ൽ നിന്നും 6-ലേക്ക് മാറുന്നു. ശനി 12-ല് വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 11-ലും കേതു 5-ലും സഞ്ചരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഒക്ടോബർ മാസത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് ശനി, രാഹു, കേതു ഈ 3 ഗ്രഹങ്ങൾ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം വരുന്നുണ്ട്. അതിൽ രവിയും ശുക്രനും നീചരാശിയിലേക്ക് വരുന്ന സമയവും ഗുരു ഉച്ചരാശിയിലേക്ക് വരുന്ന സമയവും അതേസമയം ബുധനും ശുക്രനും പരിവർത്തന യോഗം വരുന്ന മാസമായിട്ട് ഒക്ടോബർ മാസത്തെ കാണുക. അപ്പം ആദ്യം നമുക്ക് ഈ ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്നരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ 7 നിൽക്കുന്നുണ്ട്. ജന്മരാശിയിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. ജന്മരാശ്യാധിപൻ കുജനെ ആദ്യ പകുതി ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ മാരക ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നീചരാശിയിലേക്ക് രാശി മാറുന്നു. ഇവയെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം നൽകുന്ന സമയം എന്ന് പറയാം. പൊതുവെ ആരോഗ്യസ്ഥിതിയൊക്കെ നോർമലാകും. ഇപ്പോൾ കുജൻ അതുപോലെ സൂര്യൻ അത് ജന്മരാശിയിൽ ദൃഷ്ടി വരുന്ന സമയമായതുകൊണ്ട് അല്പം കോപമൊക്കെ ഈ സമയത്തുണ്ടാകും. അനാവശ്യമായിട്ടുള്ള കോപമൊക്കെ ഒഴിവാക്കണം. കാരണം ജന്മരാശിയിൽ സൂര്യൻ്റെ ഉച്ച ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ ജന്മരാശിയിലേക്ക് രാശ്യാധിപനായുള്ള കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പൊതുവെ ഒരു അഗ്രസീവായിട്ടുള്ളൊരു ബിഹേവിയറൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കാം. എങ്കിലും ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ 5-ലൊക്കെ കേതുണ്ട്. അതുപോലെ ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ 17-ന് നീച രാശിയിലേക്ക് രാശിമാറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് സന്താനത്തിനോ അല്ലെങ്കിൽ പ്രണയ പങ്കാളിക്കോ ഒക്കെ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ മാനസികമായിട്ട് ഒരു ടെൻഷനൊക്കെ ഈ 5-ലെ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടായെന്ന് വരാം. ഇനി നമുക്ക് ഈ കുറുകാരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി ഇപ്പോൾ 12-ലാണ്. അതായത് 7.5 ശനി കാലമാണ്. പക്ഷെ 12-ലാണ് ശനിയെങ്കിലും ആ 12 നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പം നഷ്ടസ്ഥാനത്താണ് ആ ശനി നിൽക്കുന്നത്. അപ്പോൾ കർമ്മഭാവാധിപൻ 12-ല് നഷ്ടസ്ഥാനത്ത് വക്രത്തിലായതുകൊണ്ട് ഇപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ തൊഴിൽ കുഴപ്പം വന്നിട്ടുള്ളവർക്ക് ഒരു പരിധിവരെ ആ കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാൻ സഹായകമാകും എന്ന് പറയാം. ദൂരസ്ഥലത്തേക്കൊക്കെ ട്രാൻസ്ഫർ വന്നവർക്ക് അവിടെ ഉണ്ടാകാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിനും ആ 12-ലെ ശനിയുടെ വക്രസ്ഥിതി സഹായകമാകും. അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ, ആ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ കർമ്മസ്ഥാനത്ത് ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയമാണ്.
അതുപോലെ 18 മുതൽ ഗുരുവും കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ പൊതുവെ 10 ആ ദൃഷ്ടി വരുന്നത് വളരെ ഗുണം ചെയ്യുമെന്ന് പറയാം. 6 നിന്ന് പ്രത്യേകിച്ച് ഈ 12 ശുക്രൻ്റെ ഉച്ചദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ്. അതുപോലെ 12-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു, 12 ആ ഗുരു ദൃഷ്ടിയും ചെയ്യുന്നു. ഇവയെല്ലാം പ്രത്യേകിച്ച് ദൂരസ്ഥലത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ സുഖം നൽകും എന്ന് തന്നെ പറയാം. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ അവർക്ക് വന്നു ചേരും. അതുപോലെ തൊഴിൽ നഷ്ടപ്പെടും എന്ന് വിചാരിച്ചവർക്ക് ആ നഷ്ടഭയമൊക്കെ മാറുന്ന സമയം എന്ന് പറയാം. പൊതുവെ നഷ്ടസാധ്യതകളെല്ലാം മാറും. 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7 നിൽക്കുന്നുണ്ട്. അതുപോലെ ശുക്രനും ബുധനും ഒക്കെ പരിവർത്തന യോഗത്തിലാണ്. അതൊക്കെ തൊഴിലിടത്ത് ആ ടെൻഷൻ കുറയുന്നതിനും തൊഴിലിൽ മാറ്റങ്ങൾക്കുമൊക്കെ സാധ്യത കാണിക്കുന്നു. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ ബുധനാണ്. ആ ബുധൻ 7 വരുന്നുണ്ട്. അതുപോലെ 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഒക്ടോബർ 9 6 വരുന്നുണ്ട്. ഇപ്പം ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയവുമാണ്. അപ്പം അതൊക്കെ നമുക്ക് ഈ ബിസിനസ്സിലൊക്കെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ആ കോമ്പറ്റീഷൻ അതൊക്കെ അതിജീവിക്കാൻ സഹായകമാണ്. ശുക്രൻ നീചസ്ഥിതനാണെങ്കിലും നീചരാശ്യാധിപനായിട്ടുള്ള ബുധൻ കേന്ദ്രസ്ഥാനത്തായതുകൊണ്ട് അത് ശുക്രന് നീചഭംഗം ഉണ്ട് എന്ന് പറയാം. അതുപോലെ മാത്രമല്ല ബുധശുക്രന്മാർ പരിവർത്തന യോഗം വരുന്ന അവസ്ഥയും കൂടിയാണ്. അപ്പോൾ ശത്രുക്കളുടെ മേലൊക്കെ നമുക്ക് വിജയം ഉണ്ടാകും. അപ്പോൾ ബിസിനസ്സിൽ സ്ഥായിയായിട്ടൊക്കെയുള്ള പ്രയത്നമൊക്കെ നടത്തി പോകുന്നവർക്ക് ബിസിനസ് പരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജന്മരാശ്യാധിപനും അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ, അതുപോലെ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ, ഇവയൊക്കെ തന്നെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. സൂര്യനും ജന്മരാശിയിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു 18-നൊക്കെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. ഇവയൊക്കെ പഠനത്തിന് പൊതുവെ അനുകൂല സ്ഥിതി കാണിക്കുന്നുണ്ട്. പരീക്ഷകളിലൊക്കെ വിജയം സാധ്യമാകും. അതേസമയം 5 കേതു, ആ 5 കേതു വരിക എന്ന് പറയുമ്പോൾ പഠനത്തിലൊക്കെ അതുപോലെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധക്കുറവ് ചിലപ്പം വന്നു എന്ന് വരാം. അവിടെ നമ്മൾ ഒരു കെയർ വേണം. മാനസികമായിട്ടൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് ഈ പേരിലും പെരുമയിലും ഒക്കെ തന്നെ ഒരു താല്പര്യക്കുറവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ, ആ സൂര്യനാണെങ്കിൽ 17 മുതൽ നീചരാശിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവയൊക്കെ ചിലപ്പോൾ ഒരു ഈ മാനസികമായിട്ട് ഒരു സുഖക്കുറവ് ചിലപ്പം അനുഭവപ്പെട്ടു എന്ന് വരാം. അത് പഠനത്തിൽ ചിലപ്പോൾ ഫോക്കസ് കുറയ്ക്കാനും വഴിതെളിക്കാം. അതുകൊണ്ട് പഠനത്തിൽ മതിയായ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. ഡിസ്ട്രാക്ഷനൊക്കെ ഒഴിവാക്കണം. ഇനി നമുക്ക് ധനസ്ഥിതി നോക്കുമ്പോൾ 2-ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ആദ്യവാരം കഴിയുമ്പോൾ നീചരാശിയിലാണ് വരുന്നത്. നീചരാശ്യാധിപനായിട്ടുള്ള ബുധൻ കേന്ദ്രത്തിൽ സ്ഥിതിയുണ്ട്. ശുക്രനും ബുധനും ഒക്കെ പരിവർത്തന യോഗം വരുന്ന സമയവും കൂടെയാണ്. മാത്രമല്ല 11-ാം ഭാവാധിപനായിട്ടുള്ള ശനി 12-ലാണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. 11-ൽ രാഹുവുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊതുവെ ആദ്യ പകുതി ധനകാരകൻ ഗുരു 11-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. അപ്പോൾ അത് ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായകമാണ്. ധനാഗമമൊക്കെ കൂടും. എങ്കിലും അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ ശുക്രനും ഗുരുവും ഒക്കെ തന്നെ 12-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അത് സുഖച്ചെലവ് കൂടാൻ ഇടയുണ്ട്, യാത്രാ ചെലവ് കൂടാൻ ഇടയുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് സാമ്പത്തികമായിട്ട് ചെലവ് ഉണ്ടാകാവുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് ഉണ്ടാകാനുള്ള സാധ്യത അവസാനത്തെ പകുതി കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക്
ഈ ഭാവിയിൽ അത്തരത്തിലുള്ള ചിലവ് കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും എന്നും കൂടെ പറയാം. അപ്പം നമുക്ക് ധനനേട്ടം ഉണ്ടാകുമെങ്കിലും ഈ ചിലവ് കൂടുന്ന സ്ഥിതി വരുന്നത് കൊണ്ട് നമുക്ക് സമ്പാദ്യസ്ഥിതി അത്രത്തോളം ഉയരണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. വിവാഹ ആലോചനകൾക്ക് തടസ്സമോ മെല്ലെപ്പോക്കോ ഒക്കെ അനുഭവപ്പെടാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. കാരണം 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6ൽ വരുന്നു. മാത്രമല്ല 6ൽ ആ ശുക്രൻ നീചസ്ഥിതനുമാണ്. 7ലാണെങ്കിൽ ചൊവ്വയുടെ സ്ഥിതിയുണ്ട്. ആ ചൊവ്വ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ ആലോചനകളിൽ ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒരു തൃപ്തിക്കുറവോ ഈ സമയത്ത് ഉണ്ടാകാൻ ഇടയുണ്ട്. അതേസമയം ആദ്യ പകുതി ഗുരുദൃഷ്ടിയൊക്കെ 7ലുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ ആലോചനകൾ വരുന്നതിന് സഹായകമാകും. കമിതാക്കൾക്കും പൊതുവെ അനുകൂല സമയമെന്ന് പറയാൻ പറ്റില്ല. 5ൽ കേതുണ്ട്, ഒരു തൃപ്തിക്കുറവ്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ 6ലും ക്രമേണ 7ൽ നീചരാശിയിലേക്കും വരികയാണ്. അപ്പോൾ പ്രണയചിന്തകളൊക്കെ ഉണ്ടാകാമെങ്കിലും അതിൽ ഒരു സംതൃപ്തി കുറവ് അല്ലെങ്കിൽ ഒരു തൃപ്തിയില്ലായ്മ അവിടെ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. എങ്കിലും ചിലപ്പോൾ ചിലർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രണയബന്ധം സ്മൂത്ത് ആകണമെന്നില്ല എന്ന് മനസ്സിലാക്കുക. ചിലർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ദാമ്പത്യ ബന്ധത്തിലും അതുപോലെ നമ്മൾ ബന്ധം സ്മൂത്ത് ആകണമെന്നില്ല. കാരണം 7ാം ഭാവാധിപൻ 6ൽ നിൽക്കുന്നു. 6ലാണെങ്കിലും നീചസ്ഥിതനാണ്. മാത്രമല്ല ശുക്രനും സൂര്യനുമായിട്ടുള്ള ആ യോഗം വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഈഗോ പ്രശ്നങ്ങൾ ഈ ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം, തർക്കങ്ങൾ ഉണ്ടാകാം. അപ്പം അവയിലൊക്കെ നമ്മൾ ഒരു കെയർ വേണം. ഇനി നമ്മൾ ഈ കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ 2ൽ ശനി കുജനൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് കുടുംബസ്ഥാനത്ത്. അതുപോലെ 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ബലക്കുറവുണ്ട്, നീചസ്ഥിതനാണ്, ശത്രുസ്ഥാനത്താണ്. അതുപോലെ കുടുംബത്തിൽ അത് ഒരു സുഖക്കുറവ് ഉണ്ടാക്കിയെന്ന് വരാം. മാത്രമല്ല കുടുംബ അംഗങ്ങൾക്കിടയിൽ നമ്മൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. പ്രത്യേകിച്ച് 2ൽ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്, ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. രണ്ടും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളും ചൊവ്വ അതുപോലെ ശനി 2ൽ ദൃഷ്ടി ചെയ്യുന്നതും അതുപോലെ തന്നെ സൂര്യനും ചൊവ്വയൊക്കെ ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അഗ്രസീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ മാറ്റണം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഗുരു 4ൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കുന്നതിന് ആ 4ലെ ഗുരുവിൻ്റെ സ്ഥിതി സഹായമാകും. എങ്കിലും കുജൻ ജന്മരാശിയിലും 2ലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മൾ സംസാരത്തിലൊക്കെ വളരെ കെയർ വേണം, സംയമനം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കുടുംബജീവിതം സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഒക്ടോബർ 6, 7, 19, 20, 21, 24, 25 ഈ തീയതികൾ പ്രത്യേകിച്ച് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും പുതിയ തുടക്കങ്ങൾ, പുതിയ സംരംഭങ്ങൾ ഇവയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ പറഞ്ഞത് മേടക്കൂറുകാരുടെയും മേട ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. ഇപ്പോൾ ഈ കുറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ മേടലഗ്നം വരികയുള്ളൂ. ഇപ്പോൾ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം. ഇപ്പം മേടക്കൂറും മേടലഗ്നവും ഒക്കെ രണ്ടും ഒന്നായിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ വഴിയില്ല. എന്തെങ്കിലും വ്യത്യാസം വരുന്നു എങ്കിൽ അത് അവർക്ക് ഇപ്പോൾ നടക്കുന്ന ദശയും അതുപോലെ ഇപ്പോൾ നടക്കുന്ന അപകാരമോ ഛിദ്രമോ അതൊക്കെ അത് ഏത് ഗ്രഹങ്ങളുടേതാണ്, അത്തരം ഗ്രഹങ്ങൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തും ഗോചരത്തിലും ഇഷ്ടസ്ഥാനത്താണോ എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അവയുടെ മാറ്റങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നത്. അതേസമയം ഈ മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ലഗ്നരാശികൾ അവർക്ക് വരാം. ഈ മേടലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വരാം.
അപ്പോൾ മറ്റു ലഗ്നരാശികൾ ലഗ്നമായിട്ട് വന്നിട്ടുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒക്ടോബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. അപ്പോൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത, കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിന് തന്നെയാണ്. അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കുക. മാത്രമല്ല മറ്റ് ഏത് കൂറിൽ ജനിച്ചവരായാൽ തന്നെയും അവർക്ക് മേടലഗ്നമാണെങ്കിൽ ഈ ലഗ്നഫലം അവരുടെ ആ കൂറിൻ്റെ ഫലത്തെ സ്വാധീനിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.